വയനാട് പുനരധിവാസത്തിന് വായ്പയായി പണം അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും. വായ്പയല്ല, സഹായമാണ് നൽകേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മാന്യതയില്ലാത്ത നടപടിയാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. എന്നാൽ തുക ഗ്രാന്റിന് തുല്യമാണെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാദം. വയനാട് പുനരധിവാസത്തിന് 529 കോടി 50 വർഷത്തെ വായ്പയായി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. കേരളം ഗ്രാന്റായി ചോദിച്ച സഹായത്തിന് പകരം വായ്പ അനുവദിച്ച നടപടിക്കെതിരെയാണ് പ്രതിഷേധം. വായ്പയല്ല, ദുരന്തത്തിനുള്ള സഹായമാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി. ദുരന്തത്തില് സഹായമല്ലേ നൽകേണ്ടത്? തിരിച്ചടക്കാനുള്ള വായ്പയാണോ കൊടുക്കേണ്ടത്? വായ്പ വേറൊരു ഭാഗമല്ലേ, അത് സഹായത്തിന് പകരമാവില്ലല്ലോ. സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബാധ്യതയല്ലേ. ആ ബാധ്യത ഇനിയും നിറവേറ്റേണ്ടതായിട്ടുണ്ട്. സർക്കാരിന്, നാടിന്, കേരളത്തിന് ദുരന്തത്തിന്റെ ഭാഗമായി ലഭിക്കേണ്ട സഹായം അതേ രീതിയിൽ തന്നെ ലഭിക്കേണ്ടതുണ്ട്. അതിനുള്ള സമ്മർദ്ദം നാം ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര നടപടി വിചിത്രമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ. എല്ലാവർക്കും സഹായധനം കൊടുക്കുക, നമുക്ക് 2000 കോടി ഓളം ഒന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു നയാ പൈസ തരാതിരിക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം പറയുകയാണ് 592 കോടി റുപ്യ കേരളത്തിന് കടം തരാം എന്നുവരെ തിരിച്ചടക്കണം. അപ്പോൾ ഇതെല്ലാം ആളുകളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നടത്തുന്ന ബോധപൂർവമായ പ്രചാരവേലയാണ്. പ്രതിഷേധവുമായി റവന്യൂ മന്ത്രി K രാജനടക്കമുള്ള മന്ത്രിമാരും രംഗത്തെത്തി. കേരളം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിനോട് എന്തുമാകാം എന്ന നിലപാട് എടുക്കുന്നത് ശരിയായ കാര്യമല്ല. ഇങ്ങനെ ലഭ്യമാകുന്ന ലോൺ ഇനി കേരളത്തിന്റെ ബോറോയിങ് കപ്പാസിറ്റിയിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യം കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ചിലപ്പോൾ അങ്ങനെയും ഒരു ക്രൂരമായ ബലിതം കേരളത്തിനോടങ്ങ് നടത്തിക്കളയാം എന്ന് ആളുകൾ തീരുമാനിച്ചാൽ എന്തു ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. മാന്യതയില്ലാത്ത പെരുമാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. അപ്പോൾ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത്. ആ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നമ്മൾ 2000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 100, 200, 500 കോടി കുറച്ചോ. പക്ഷേ അതൊന്നും തരാതെ 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വായ്പ എടുക്കാനായിരുന്നെങ്കിൽ കേരളത്തിന് ഇവിടെ നിന്ന് വായ്പ എടുക്കാമല്ലോ എന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ ചോദിച്ചു. വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടി ആവശ്യത്തിന് പണം ഗ്രാന്റായി അനുവദിക്കാതെ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെയും ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരുമായി യോജിച്ച് സമരത്തിന് തയ്യാറാണെന്നും K സുധാകരൻ വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര നടപടിയെ ന്യായീകരിക്കുകയാണ് BJP. സർക്കാർ രാഷ്ട്രീയം കളിക്കാതെ വയനാടിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയ പ്രചരണം നടത്തുകയല്ല. ഇപ്പൊ കിട്ടിയ സൗകര്യങ്ങളും സഹായങ്ങളും വെച്ച് അടിയന്തരമായിട്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തണം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.